വെൽക്കം ടു രാജി സാഹി വ്ലോഗ്. അപ്പം ഇന്നും ഞാൻ നിങ്ങൾക്കൊരു യൂസ്ഫുൾ ആയിട്ടൊരു കാര്യത്തിന് വേണ്ടിയിട്ടാണ് വന്നിട്ടുള്ളത്. എനിക്ക് തോന്നുന്നു ഇത് ബാച്ചിലേഴ്സിനാണ് കുറച്ചുകൂടി യൂസ്ഫുൾ. അപ്പം ഞാൻ ഈ ഗ്ലിറ്റർ സംഭവം കാണിക്കുന്നതെന്ന് വെച്ചാൽ എൻ്റെ മോൻ്റെ ബർത്ത്ഡേ ആയിരുന്നേ. അപ്പോൾ മോൻ്റെ ബർത്ത്ഡേക്ക് ഞാനൊന്ന് ഡെക്കറേറ്റിംഗ് കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇതിൽ പകുതി കൂടുതലും ബലൂൺസും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നില്ല, എടുത്ത് കളഞ്ഞു. ഇത് ഇളക്കാൻ നോക്കിയപ്പോൾ കുറച്ച് ഗമ്മ ഇഷ്യൂസ് വന്നിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് അതേപോലെ കണ്ടാലറിയാം ആ ബ്ലൂവിൻ്റെ അറ്റത്ത് ഇളക്കാൻ ശ്രമിച്ചതായിട്ടൊരു പരീക്ഷണം ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷെ അത് ഇളക്കാണ്ടിരിക്കുന്നതാണ് കുറച്ചുകൂടി ബെറ്റർ. ഭംഗിയുണ്ട് കാണാനൊരു സിൽവർ ബ്ലൂ ഷെയ്ഡ്. എപ്പോഴും ബോയ്സിൻ്റെ ബർത്ത്ഡേക്ക് നടത്താൻ ഇങ്ങനത്തെ ഷെയ്ഡ്സ് ഭയങ്കര നല്ലതാണ്. ബലൂൺസും ഉണ്ടായിരുന്നു. അത് ലുലുവിൽ നിന്നാണ് വാങ്ങിച്ചത്. അങ്ങനെ ഒരു സെറ്റ് നമുക്ക് അങ്ങനെ വാങ്ങിക്കാൻ കിട്ടി. അങ്ങനെ ഇത് ഒപ്പിച്ചെടുത്തതാണ്. എനിക്ക് തോന്നുന്നു ലുലുവിനേക്കാളും അഫോർഡബിൾ ആയിട്ടുള്ളത് UAE എനിക്ക് തോന്നുന്നു ഈ ഡിസ്കൗണ്ട് സെൻറ്റേഴ്സ്. അവിടെ പല സാധനമുണ്ട്, ഈ ഡേ ടു ഡേ ഡിസ്കൗണ്ട്. അവിടെയൊക്കെ നല്ല അഫോർഡബിളായിട്ട് എന്ത് കിട്ടും, ഈ സംഭവം കിട്ടും. അല്ല വെച്ചാൽ ഈ ആമസോണിലൊക്കെ കിട്ടും, പക്ഷെ അവിടെയൊക്കെ ഭയങ്കര ഹൈ റേറ്റാണ്. ഇങ്ങനെ എല്ലാം പൊട്ടിച്ച് കളയാൻ ഇതുപോലെ ഇത് ഒട്ടിച്ചിട്ട് ഇത് പകുതിയോളം പോയിട്ടുണ്ട് കുട്ടികൾ വലിച്ചു കയറി. അപ്പം ചെറിയ കടകളിൽ നിന്ന് ഓഫേഴ്സിനൊക്കെ കിട്ടുന്നത് ഇങ്ങനെ വാങ്ങിച്ചൊട്ടിക്കുന്ന കേട്ടോ നല്ലത്. അപ്പം നമ്മുടെ ഇന്നത്തെ വ്ളോഗിൻ്റെ സ്പെഷ്യൽ വ്ളോഗിൻ്റെ കാര്യം, യൂസ്ഫുൾ ആയിട്ടുള്ള കാര്യം കാണിക്കട്ടെ. ഇതാണ് സംഭവം. ഇതൊരു കൊറിയൻ സാധനമാണ്, റമൻ എന്ന് പറയും. എപ്പോഴും ഞാൻ കണ്ടില്ല, ഞാൻ നൂഡിൽസിൻ്റെ പല ഫ്ലേവേഴ്സ് എന്ത് ചെയ്യാണ് ടെസ്റ്റ് ചെയ്യുന്ന ഒരാളാണ്. എനിക്ക് നൂഡിൽസ് ഭയങ്കര ഇഷ്ടമാണ്. എനിക്ക് സൂപ്പി ആയിട്ടുള്ള നൂഡിൽസ് ഭയങ്കര ഇഷ്ടമാണ്. പക്ഷേ ഞാൻ ഇതുവരെ റമൻ എന്ന് പറയുന്ന ഒരു സംഭവം ഇതുവരെ ഞാൻ ഉണ്ടാക്കിയിട്ടില്ല, അതുപോലെ കഴിച്ചിട്ടുമില്ല. അപ്പോൾ ഞാനിങ്ങനെ കുറേ വ്ളോഗിലും വീഡിയോസിലൊക്കെ കണ്ടു ഇത് ഭയങ്കര ടേസ്റ്റാണ് കാര്യമാണെന്ന്. ഞാൻ ഈ ഒരു ടബ് കണ്ടപ്പോൾ ഞാൻ ഇന്നലെ ഷോപ്പിംഗ്, എല്ലാ മാസവും നമ്മളൊരു ഷോപ്പിംഗ് നടത്തുമല്ലോ, സംഭവങ്ങൾ ഗ്രോസറീസും കാര്യങ്ങളൊക്കെ വാങ്ങിക്കാൻ വേണ്ടി പോകാൻ നേരത്ത് നമ്മൾ ഷോപ്പിംഗ് നടത്തണം. അപ്പം അവിടെ നിന്ന് ഒരു സംഭവം കിട്ടിയതാണ്. അപ്പം സാങ്ഡിങ് എന്ന് പറഞ്ഞിട്ട് ഒരു കമ്പനിയാണ് കൂൾ. എനിക്കിത് ഐ തിങ്ക് കൊറിയൻ കമ്പനിയാണ്. റൊമൻ പോലത്തെ സംഭവങ്ങളൊക്കെ കിട്ടുക. സാങ്ഡിങ് എന്നൊക്കെ പറയുമ്പോൾ അറിയാലോ, കൊറിയനോ ചൈനയോ ഏതോ ഒന്ന് റിലേറ്റഡ് ആണ്. എനിക്കറിയത്തില്ല അത്ര ഡീറ്റെയിൽഡായിട്ട്. ഇത് UAE നെസ്റ്റോയിൽ നിന്നാണ് വാങ്ങിച്ചത് കേട്ടോ. ഇൻസ്റ്റൻറ്റ് റമൻ ട്രഫിൾ ചീസ് ഫ്ലേവർ. ട്രഫിൾ ചീസ് ഫ്ലേവറാണ്, ഇപ്പോൾ ചീസി ഫ്ലേവറാണെന്ന് നമുക്ക് ഒരു ഐഡിയ കിട്ടി. ഇതിൻ്റെ ഒരു വില ഐ ഡോണ്ട് നോ, ഞാൻ നോക്കിയില്ല. എനിക്ക് തോന്നുന്നു ഒരു 20 ദിർഹംസ് ഒക്കെ വരും. ഓക്കെ, ഇതാണ് സംഭവം. അപ്പോൾ ഇതിൻ്റെ അകത്ത് എന്താണെന്ന് നമുക്കൊന്ന് നോക്കാം. ഓക്കെ, ഇതിന് കുക്കിംഗ് ഇൻസ്ട്രക്ഷൻസ് ഒക്കെ കൊടുത്തിട്ടുണ്ട്. നമ്മൾ നോർമലി കപ്പ മാഗി എന്നൊക്കെ പറഞ്ഞ് നമ്മൾ യൂസ് ചെയ്യുന്ന കപ്പ മാഗി നൂഡിൽസ് നമ്മുടെ നാട്ടിലൊക്കെ കിട്ടുന്ന പോലത്തെ. അപ്പോൾ ഒന്നെങ്കിൽ മൈക്രോ ഓവനിലോ അല്ലെങ്കിൽ നമ്മൾ നല്ല ചൂട് വെള്ളത്തിൽ തിളപ്പിച്ചിട്ട് ഇതിൻ്റെ അകത്ത്, ഈ ടബിൻ്റെ അകത്ത് മാഗിയും കാര്യങ്ങളൊക്കെ ഉണ്ട്, നൂഡിൽസും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതിൻ്റെ അകത്ത് ഒഴിച്ച് കുറച്ച് നേരം വെച്ചാൽ സംഭവം സെറ്റായിട്ട് വരും. അപ്പോൾ ഇതിൻ്റെ അകത്ത് എന്തൊക്കെ ഐറ്റംസാണ് ഉള്ളതെന്ന് നോക്കാം. ഇത് കൂടുതലും ബാച്ചിലർ ആളുകൾക്കാണ് നല്ലത് കേട്ടോ. അപ്പം ബാച്ചിലർ ആളുകൾ കൂടുതൽ കാര്യം ഡിന്നേഴ്സൊക്കെ ടയേർഡായിട്ടൊക്കെ വന്ന് പണിയൊക്കെ കഴിഞ്ഞ് ടയേർഡായിട്ടൊക്കെ വരുമ്പം യൂസ് ചെയ്യാൻ പറ്റിയ ഒരു ഐറ്റമാണ്. അപ്പം നമുക്ക് ഇതിൻ്റെ അകത്ത് എന്താണെന്ന് നോക്കിക്കേ. ഇതെല്ലാം ഈ ഇൻഡോമി എല്ലാ നൂഡിൽസിലും പൊതുവെ ഇവിടെ UAE ഞാൻ മാത്രമേ കണ്ടിട്ടുള്ളൂ. ചൈനീസ് നൂഡിൽസിലൊക്കെ കാണുന്ന സാധനമാണ് ഈ ഒരു സംഭവം. ഓയിൽ വിത്ത് എന്തോ കുറേ മേ ബി അനിയനായിരിക്കാം, മേ ബി വേറെ എന്തോ സംഭവങ്ങളൊക്കെ ഹെർബ്സും ഓരോ കാര്യങ്ങൾ. പക്ഷേ ഈ ഒരു എണ്ണ ഒഴിക്കുമ്പോൾ ഉണ്ടല്ലോ ആ ഒരു ഫ്ലേവറേ മാറും, അങ്ങനത്തെ ഒരു സാധനം അത്. പിന്നെ ഐ തിങ്ക് ഇതിനകത്ത് എന്തൊക്കെയോ കഷ്ണം എനിക്കൊന്ന് സൂപ്പി ആക്കാൻ വേണ്ടിയിട്ട് എന്തൊക്കെയോ കിടപ്പുണ്ട്, പൊടിയാണ്. അടുത്തതാ ഒരു നൂഡിൽസ് സ്പൂൺ, ഫോർക്ക്. നൺ അതർ ദാൻ നമ്മുടെ നൂഡിൽസ്. അതിൻ്റെ അകത്തും കുറേ എന്തൊക്കെ ഹെർബ്സും കാര്യങ്ങളുണ്ട്, ഓർഗാനോ പോലെ ഇരിക്കുന്നു. അപ്പം അതുപോലത്തെ എന്തൊരു സാധനമാണ്, ഞാൻ കഴിച്ചിട്ടില്ല കേട്ടോ. അപ്പം ഞാനിത് ഉണ്ടാക്കാൻ പോവാണ്. അപ്പോൾ ടേസ്റ്റ് ഉണ്ടാവുമെന്ന് വിചാരിക്കുന്നു. എനിക്ക് ടേസ്റ്റ് ചെയ്തിട്ട് പറയാം കേട്ടോ. ഇതിൻ്റെ അകത്ത് പൊട്ടിരിക്കുന്നത്
ആദ്യം നൂഡിൽസ് ചൂടുവെള്ളം ഒഴിച്ചിട്ട് കുറച്ച് നേരം എന്ത് ചെയ്യുക, ഒരു 3.5 മിനിറ്റാണ് കൊടുത്തേക്കുന്നത്. അതുവരെ എന്ത് ചെയ്യുക, അടച്ച് വയ്ക്കുക. ദെൻ ഈ കൊടുത്തിരിക്കുന്ന കുറേ പൊടികളും കാര്യങ്ങളൊക്കെ ഇല്ലേ, ഇത് കണ്ടോ, പൊടികളും കാര്യങ്ങളൊക്കെ ഇത് ഇവിടെ ഉള്ളിലൂടെ ഇത് എത്രയായിട്ട് എന്ത് ചെയ്യുക, മിക്സ് ചെയ്യാനാണ് പറയുന്നത്. നമുക്കതൊന്ന് മിക്സ് ചെയ്ത് വെക്കാം കേട്ടോ. 3.5 മിനിറ്റ് കഴിഞ്ഞിട്ട് നമുക്ക് കാണാം. ഗൈസ്, അപ്പോൾ എന്ത് ചെയ്യും, ചൂടുവെള്ളം ഒഴിച്ചിട്ടിട്ട് ഒരു വര കണ്ടോ, അതുവരെ നമ്മൾ എന്ത് ചെയ്യണം, ഇതൊന്ന് ഇത്രയും വെള്ളം നിറച്ചിട്ട് ഇതൊന്ന് എന്ത് ചെയ്യണം, വെള്ളം ഒഴിച്ച് മാറ്റണം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ദെൻ ഈ സീസണിങ് ഒക്കെ ചേർക്കാം. അപ്പം 3.5 മിനിറ്റ്സ് കഴിഞ്ഞിട്ട് പെട്ടെന്ന് ചൂട് പോകും കേട്ടോ. അപ്പോൾ ഞാനതൊന്ന് അടച്ചു വയ്ക്കട്ടെ. നിങ്ങൾ ഒരു കാര്യം ശ്രദ്ധിച്ചോ ഗൈസ്, ഇതിൻ്റെ കലോറീസ് ഒക്കെ 422 കലോറീസ്. മൈ ഗോഡ്. ഫാറ്റ് 22 grams, ദെൻ സാച്ചുറേറ്റഡ് ഫാറ്റ് 11 gram, കൊളസ്ട്രോൾ ഇല്ല, സോഡിയം. BP ഉള്ളവരൊന്നും ഇതൊന്നും കഴിക്കരുത് കേട്ടോ, മിക്കവാറും പഠിച്ചു. അപ്പം ഇടയ്ക്കൊക്കെ കഴിക്കുന്നത് ഒരു പ്രശ്നമല്ല, പക്ഷേ എന്താണ് ഇപ്പോഴൊക്കെ കഴിക്കുമ്പോഴാണ് എന്തുണ്ടാവുക, ഇഷ്യൂസ് ഉണ്ടാവും. ഇടയ്ക്കൊക്കെ നമുക്ക് വേണമെങ്കിൽ ഡിന്നർ ഉണ്ടാക്കാൻ മടിയാവുമ്പോൾ, എല്ലാ ദിവസവും മടിയായി പോയാൽ നമുക്ക് വയറിന് ഇഷ്യൂസ് ഉണ്ടാവും. ഇത് നൂഡിൽസ് എന്ന് പറയുന്നത് അത്രയും ഹെൽത്തി, ഒരുപാട് ഹെൽത്തി അല്ല. നമുക്ക് ഒരുപാട് വെജിറ്റബിൾസും കാര്യങ്ങളൊട്ട് കഴിച്ചാലും നൂഡിൽസ് എന്ന് പറയുമ്പോൾ ചിലപ്പോൾ നമ്മുടെ ഡൈജഷന് അത് പ്രോബ്ലമാവില്ല. നമ്മളതിന് നല്ല രീതിക്ക് സാലഡും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ യൂസ് ചെയ്യും. എപ്പോഴും നമ്മൾ നൂഡിൽസ് വഴിയായിട്ട് കാണുന്നത് ബാച്ചിലേഴ്സിനോടാണ് ഞാൻ പറയുന്നത്. അപ്പം അതങ്ങനത്തെ കഴിക്കുന്നതാണ് നല്ലത്, ഹെൽത്തി ആയിട്ട്. ഇത് പിന്നെ റാമൻ എന്ന് പറയുന്നത് എനിക്ക് തോന്നുന്നു അവരുടെ കുറേ കാലം ഫുഡ് നൂഡിൽസ് എന്ന് പറയുന്ന ഒരു സ്ഥിരം ഇതൊക്കെ കഴിക്കുന്ന ആൾക്കാരാണ്. അപ്പം നമ്മൾ ഇന്ത്യക്കാർക്കൊന്നും നമ്മൾ ചോറും റൊട്ടിയും അങ്ങനെയൊക്കെ കഴിച്ചൊന്ന് പെട്ടെന്ന് സുപ്രഭാതത്തിൽ എന്താണ് നൂഡിൽസ് മാത്രം കഴിച്ച് വളർന്നു വന്നാൽ മതി, നമ്മുടെ ഡൈജസ്റ്റീവ് സിസ്റ്റത്തിന് തന്നെ കൺഫ്യൂഷനാവും. അപ്പോൾ അങ്ങനെയൊക്കെ നല്ല നല്ല ആഹാരങ്ങൾ കഴിക്കാൻ പറ്റും. ഇത് ജസ്റ്റ് ഒന്ന് കണ്ടപ്പോൾ എനിക്കത് വാങ്ങിക്കാൻ തോന്നി. ഇതൊന്ന് ഓക്കെ ആയിട്ട് ഞാൻ പറയാം. ഞാനിത് ഡ്രെയിൻ ചെയ്തിട്ട് പൊടിയെല്ലാം സീസണിങ്ങും എല്ലാം ഇട്ടു. ഈ ഒരു സാധനം കണ്ടു, ഞാനൊന്ന് മണപ്പിച്ചു നോക്കി. എൻ്റെ മൂക്ക് വരെ എരിവ്, ചെറിയൊരു എരിവുണ്ട്. ഇത് കുട്ടികൾക്കൊന്നും കൊടുക്കാനൊക്കെ എരിവ് കഴിക്കാൻ കപ്പാസിറ്റി ഉള്ളത് കഴിക്കാം. ഭയങ്കര എരിവല്ല, മൂക്കിൻ്റെ തടിച്ച് കയറ്റിയപ്പോൾ എന്തോ എനിക്ക് മണപ്പിച്ച് വെക്കുന്ന ഒരു ചെറിയൊരു ഇതുണ്ട്. ഓക്കെ ആണോ, എനിക്ക് സ്മെല്ലിലൂടെയാണ് ഇത് ഓക്കെ ആണോ അല്ലയോ. അപ്പം ഇതൊന്ന് നല്ലോണം മിക്സ് ചെയ്യണം. മിക്സ് ചെയ്തിട്ടില്ല, അതൊന്ന് മിക്സ് ചെയ്തിട്ട് വേണം. നല്ല സെറ്റായിട്ടുണ്ട്. ഇത്രയൊക്കെ വേവുള്ളൂ. കാര്യം ഇൻസ്റ്റൻ്റ് ആയിട്ടുള്ളതൊക്കെ ഇങ്ങനെ നമുക്കിത് ഇപ്പം ചൂടുവെള്ളം ഒഴിച്ച് ഇതാക്കുകയെന്ന് വെച്ചാൽ ഇത്രയൊക്കെ വേവുള്ളൂ. വേവെന്ന് വെച്ചാൽ വെന്തു, പക്ഷേ ആ ഒരു നമുക്ക് നമ്മളുണ്ടാക്കും നമ്മുടെ ഒരു സാറ്റിസ്ഫാക്ഷൻ ഉണ്ടാക്കത്തില്ല. അങ്ങനെ ഉണ്ടാക്കിയാൽ ഇത് ഇൻസ്റ്റൻറ്റ് നൂഡിൽസ് ആവില്ല. പെട്ടെന്ന് ഉണ്ടാക്കി സെറ്റാക്കി കഴിക്കാം, അങ്ങനെ പറ്റുള്ളൂ. ഇത് തിരിഞ്ഞ് ഒറ്റ കൈ വെച്ചിട്ട് ഞാൻ ചെയ്യുന്ന പരിപാടിയാണ്. ക്യാമറ വെച്ചിട്ട് ഞാൻ പറഞ്ഞല്ലോ, ജസ്റ്റ് ഒരു ട്രൈ ഔട്ട് ചെയ്യുക, ചുമ്മാ ഒന്ന് ട്രൈ ചെയ്യുന്നൊരു കാര്യമാണ് ഞാനിത്. അപ്പം ഇതെല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ നിങ്ങളൊന്ന് ടെസ്റ്റ് ചെയ്യുക. എനിക്ക് കേരളത്തിലുള്ള കാര്യം അറിയത്തില്ല, നിങ്ങൾ ലുലുവിലൊക്കെ ഒന്ന് നോക്കുക. ലുലു അതുപോലെ തന്നെ സിറ്റീസിലൊക്കെ എനിക്ക് തോന്നുന്നു ഈ അത്ര ഐറ്റംസൊക്കെ കിട്ടാൻ ചാൻസ് കൂടുതലാണ്. നമ്മൾ ലോക്കലായിട്ടുള്ള മാർക്കറ്റിലൊന്നും കിട്ടുമെന്ന് അറിഞ്ഞുകൂടാ. ഇൻഡോമിയൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട് ലോക്കലായിട്ട്, പക്ഷേ അതാണ് പ്രശ്നം. ഇൻഡോമി എല്ലായിടത്തും കിട്ടും കേട്ടോ, പക്ഷേ ഈ ഒരു സംഭവം എനിക്ക് തോന്നുന്നു ലുലു മോളോ അല്ലെങ്കിൽ അങ്ങനത്തെ സിറ്റീസിലുള്ള ഏതെങ്കിലും ഷോപ്സിലൊക്കെ ആണെങ്കിൽ സംഭവം കിട്ടും. ഇത് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യാം. സ്മെല്ല് കഴിക്കുമ്പോൾ നമുക്ക് പുറത്ത് നിന്ന് വാങ്ങിക്കുന്ന നൂഡിൽസിൻ്റെ സ്മെല്ലൊക്കെയാണ്. അപ്പോൾ നല്ല ടേസ്റ്റും ഉണ്ട്. അപ്പോൾ ഇത് ബാച്ചിലേഴ്സിന് യൂസ്ഫുൾ ആവും, ഞാൻ അവർക്ക്
വേണ്ടി ഡെഡിക്കേറ്റ് ചെയ്യുന്നു ഗൈസ്. അപ്പം എല്ലാവരും എന്ത് ചെയ്യുക, എൻ്റെ വീഡിയോ ഒന്ന് സപ്പോർട്ട് ചെയ്യണം. ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് മൈ വീഡിയോ ആൻഡ് കമൻറ്റ് ബിലോ. എന്തെങ്കിലും ഡൗട്ട്സോ എന്തെങ്കിലും മിസ്റ്റേക്സോ ഉണ്ടെങ്കിൽ നിങ്ങളൊന്ന് എനിക്ക് കമൻറ്റ് ചെയ്ത് പറഞ്ഞു തരാം. ഓക്കെ, ബൈ.